നമസ്കാരം. എന്റെ ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകണം, ഇല്ലെങ്കിൽ നിന്റെയൊക്കെ മോന്തയടിച്ച് പൊട്ടിക്കും. ഇത് പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിന്റെ ഭീഷണി. നമുക്ക് ആ ഓഡിയോ കേൾക്കാം. ഹലോ, ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ? അതെ, ഞാൻ MLA ആണ് വിളിക്കുന്നത്. പറയൂ. തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കാര്യം? വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി? ഇല്ലല്ലോ. വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി. എന്റെ പെങ്ങളോട് കരുതാണോ? അല്ലല്ല, അത് അവര് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടണം പറഞ്ഞപ്പോ എന്താ വെച്ചാൽ ലേറ്റ് മാരേജ് ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു കാര്യം പറയുന്ന ആദ്യം കേൾക്കൂ. ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷൻ വിളിച്ചിട്ടില്ല. ഇല്ല, അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതി. ഓക്കെ. പക്ഷെ താങ്കൾ അവർ വന്നപ്പോൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്നോട് പ്രശ്നം വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കണോ? വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്ത വിളിക്കും. ആയിക്കോട്ടെ. നേരിട്ട് ഭയനന്ദരൊക്കെ അറിയാൻ കൂടെ നിയമസഭയിലായതുകൊണ്ട് ഞാൻ മോശമായിട്ട് മാന്യമായിട്ട് സ്ത്രീകൾ ആ പെൺകുട്ടി അവിടെ പോയത് എന്നോട് അവൾ എന്നോട് പറഞ്ഞില്ല, അവിടെ വന്ന ആളുകളാ പറഞ്ഞത്. അല്ല, അവിടെ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നോട്, വേറെ കണ്ടു നിന്നവരും കേട്ടു നിന്നവരുണ്ട്. അത് തന്നെ. തന്റെ നാട് ശരിക്ക് സംസാരിക്കുകയാണെങ്കിലും അത് അകത്തേക്ക് വെച്ചേക്കണം. വീട്ടിൽ വേണ്ടില്ല. ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കാൻ വന്നിട്ട് നേരെ മോന്തയ്ക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കുന്നു. എന്റെ മാത്രമല്ല, താനും മെമ്പർമാരോട് മോശമായിട്ടാ പറഞ്ഞിട്ടുള്ളത്. ആ മുസ്തഫ മെമ്പറോട് എത്ര മോശമായിട്ട് സംസാരിച്ചു? അവിടുത്തെ മറ്റു മെമ്പർ സ്ത്രീകൾ ആസീന മെമ്പറോട് എത്ര മോശമായിട്ട് സംസാരിച്ചു? ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നല്ല. ഞാനെന്ത് ആൾക്കാരുടെ മോശമായിട്ട് സംസാരിക്കാനായിട്ട് വല്ല കരാറെടുത്ത പോലെയാണല്ലോ മെല്ലെ സംസാരിക്കുന്നത്. അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട്. അത് അവിടെ വീട്ടിൽ വെച്ചേക്ക്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതെനിക്കറിയാം, നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരാണെന്ന് ഞാൻ എങ്ങനെ പെരുമാറിയെന്ന് നല്ല ബോധ്യമുണ്ട്. അത് മാന്യമായിട്ട് സംസാരിച്ചാൽ മതി. ആയിക്കോട്ടെ. അല്ല പിന്നെ ഒരു MLA പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് പറയുന്ന കാര്യങ്ങളാണിത്. JNU വിദ്യാർത്ഥി നേതാവായിരുന്ന മുഹമ്മദ് മുഹസിൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് CPMന്റെ സ്ഥാനാർത്ഥിയായി വന്നത്. സാധാരണ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് മുൻഗണന. എന്നാൽ മുഹമ്മദ് മുഹസിന്റെ കാര്യത്തിൽ ഇതായിരുന്നില്ല അവസ്ഥ. ചില വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം CPM ടിക്കറ്റ് ലഭിച്ച് MLA ആയ ഒരാളാണ് അദ്ദേഹം. ഓഡിയോയിലെ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തോ ആവശ്യത്തിന് അദ്ദേഹത്തിന്റെ ബന്ധു ചെന്നപ്പോൾ കാര്യം നടത്തി കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ ഈ ഓഡിയോ സംഭാഷണം എങ്ങനെയെങ്കിലും ലീക്ക് ആയാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ടാവണം അദ്ദേഹം ഭീഷണി മുഴക്കിയത്. ആ സ്ത്രീ അവിടെ ഒറ്റയ്ക്കല്ലായിരുന്നു, വേറെയും ആളുകൾ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. സംഭവം മറ്റൊന്നുമല്ല, തന്റെ ബന്ധു വന്നിട്ട് കാര്യം നടത്തി കൊടുത്തില്ല. അത് മാത്രമാണ് പ്രശ്നം. അദ്ദേഹത്തിന്റെ ബന്ധുവാണെന്ന് ചെന്ന് പറഞ്ഞാൽ പ്രത്യേക പരിഗണന നൽകണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഒരു MLA ഒരു സർക്കാർ ജീവനക്കാരനോട് ഇങ്ങനെയാണെങ്കിൽ വോട്ടിട്ട് ജയിപ്പിച്ച ആൾക്കാരോട് എങ്ങനെയായിരിക്കും? ഹജ്ജിന് പോയ ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് വൈറലാവാൻ നോക്കിയ കമ്മി JNU പ്രൊഡക്റ്റ് ഇപ്പോൾ ഭീഷണി മുഴക്കി വൈറലായിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.